ഡോണറെ വെറും ഒരു BP നോക്കും, ഓൾ ഓക്കെ എന്ന് ചോദിക്കും, ഗ്രൂപ്പ് ചോദിക്കും, അവൻ അറിഞ്ഞാൽ പറയുമോ അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പാണെന്ന് വെച്ചാൽ അതെടുക്കും. എന്നിട്ട് ബ്ലഡ് ബോട്ടിലാണ് ആ കാലത്ത് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബോട്ടിലിൽ നമ്മൾ റബ്ബർ ട്യൂബിങ് കയറ്റിയിട്ട് ആണ് ബ്ലഡ് കളക്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ബോട്ടിൽസിനെ കൊണ്ടുപോയി നമ്മൾ എന്നിട്ട് 48 മണിക്കൂർ ഫ്രിഡ്ജ് വെക്കും. എന്താണെന്ന് വെച്ചാൽ ആ കാലത്തുള്ള ഏറ്റവും വലിയൊരു രക്തത്തിൽ മൂലം ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള അസുഖമായിരുന്നു സിഫിലിസ്. അപ്പോൾ അതിൻ്റെ അണുക്കളെ നശിപ്പിക്കാനായിട്ട് 48 hours റെഫ്രിജറേറ്ററിൽ വെച്ചാൽ അതിന് ശേഷം നമ്മൾ പേഷ്യൻറ്റിന് ബ്ലഡ് കൊടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ക്രോസ് മാച്ച് അതൊക്കെ ആ കാലത്ത് ചെയ്തിരുന്നുള്ളൂ. പിന്നുള്ള പരിഷ്കാരമാണ് World War II കഴിഞ്ഞപ്പോഴാണ് ഈ പ്ലാസ്റ്റിക് ബാഗിൻ്റെ യൂസ് തുടങ്ങിയത്. നമ്മുടെ നാട്ടിൽ ഐ തിങ്ക് ഇന്ത്യയിൽ തുടങ്ങിയത് 1980s തോന്നുന്നു. 80s നമ്മൾ പ്ലാസ്റ്റിക് ബ്ലഡ് ബാഗ്സ് ഇവിടെ മാനുഫാക്ചറിങ്ങും പുറത്തുനിന്ന് വരുന്നുണ്ടായിരുന്നു, ഇമ്പോർട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ബ്ലഡ് ബാഗ്സ് തുടങ്ങിയപ്പോഴാണ് നമുക്ക് കമ്പോണൻറ്റ് സെപ്പറേഷൻ എന്ന് പറഞ്ഞ ആ ഒരു ആശയം നമ്മുടെ നാട്ടിൽ ഇൻക്ലൂഡ് ചെയ്തത്. അതുവരെ നമ്മൾ ഹോൾ ബ്ലഡായിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. കമ്പോണൻറ്റ് സെപ്പറേഷൻ ഈ കൊച്ചിൻ IMAയിൽ ഫസ്റ്റ് തുടങ്ങിയത് ശ്രീ ചിത്ര കഴിഞ്ഞിട്ട് IMAയിലാണ് ഞങ്ങൾ ആദ്യം കേരളത്തിൽ ചെയ്തത്.